ഹലോ, ഡോക്ടർ മിനി PG, സ്പെഷ്യലിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ്, അൽ റുക്കൻ മെഡിക്കൽ സെൻറ്റർ, അജ്മാൻ. ഇന്ന് നമുക്ക് IUI എന്നുള്ള പ്രൊസീജിയറിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ എന്നാണ് IUI കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് സ്പേം എടുത്ത് വാഷ് ചെയ്തിട്ട് യൂട്രസിൻ്റെ ഉള്ളിൽ നിക്ഷേപിക്കുന്ന പ്രക്രിയയാണ്. ഈ നോർമലായിട്ടുള്ള ഗർഭധാരണം എന്നുള്ളത് സ്പേമും എഗ്ഗും ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ച് യോജിച്ച് എംബ്രിയോ ഉണ്ടായിട്ട് ആ എംബ്രിയോ യൂട്രസിൻ്റെ ഉള്ളിൽ ഡിപ്പോസിറ്റായി അവിടെ ഇംപ്ലാന്റഡ് ആയി വളർന്നു വരുന്ന പ്രക്രിയയാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് സ്പേംസ് സർവിക്സിലൂടെ പോയി യൂട്രസിലൂടെ പോയി ഫെലോപ്പിയൻ ട്യൂബിൽ എത്തി സ്പേമുമായിട്ട് എഗ്ഗുമായിട്ട് കൂടിച്ചേർന്നാലേ പ്രഗ്നൻസി ആകുള്ളൂ. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെ ഈ സ്പേം ഫെലോപ്പിയൻ ട്യൂബിൽ എത്താൻ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അതായത് സ്പേമിൻ്റെ കൗണ്ട് കുറവാണെങ്കിൽ, സ്പേമിൻ്റെ മോട്ടിലിറ്റി കുറവാണെങ്കിൽ, അല്ലെങ്കിൽ സർവിക്സിൻ്റെ അവിടെയുള്ള ഈ മ്യൂക്കസ് എല്ലാം തിക്കാണ്, സർവിക്സിന് ചില ഡാമേജുകളെല്ലാം വന്നിട്ടുണ്ട്, അങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ ഈ സ്പേംസ് ഫെലോപ്പിയൻ ട്യൂബിൽ എത്തുന്നത് ചിലപ്പോൾ തടസ്സപ്പെടാം. അങ്ങനെ വരുമ്പോൾ പ്രഗ്നൻസി ആകാതെ വരാം. ആ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനാണ് നമ്മൾ IUI എന്നുള്ള പ്രൊസീജിയർ ചെയ്യുന്നത്. ചില സന്ദർഭങ്ങളിൽ ഈ സ്ത്രീക്കും പുരുഷനും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാകില്ല, എങ്കിൽ പോലും ചിലപ്പോൾ പ്രഗ്നൻസി ആകാതെ വരും. അങ്ങനെയുള്ളതിന് പറയുന്നതാണ് അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി എന്ന്. അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിലും നമ്മൾ IUI പ്രൊസീജിയർ ചെയ്യാറുണ്ട്. ഈ IUI പ്രൊസീജിയറിന് മുന്നേ ഈ ഫെലോപ്പിയൻ ട്യൂബ് വർക്കിംഗ് ആണ് എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യണം, എന്നിട്ട് ഈ പ്രൊസീജിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ IUIക്ക് മുന്നേ ആയിട്ട് ട്യൂബ് ടെസ്റ്റ് എന്ന് പറയും, HSG ടെസ്റ്റ് ചെയ്താൽ നമുക്ക് ട്യൂബ് വർക്കിംഗ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ലാപ്രോസ്കോപ്പിക് ക്രോമോപെർട്യൂബേഷൻ ചെയ്തിട്ട് ട്യൂബ് വർക്കിംഗ് ആണെന്ന് എൻഷുർ ചെയ്തിട്ട് വേണം. ഒരു ട്യൂബെങ്കിലും ഏതായാലും വർക്കിംഗ് ആയാലേ IUI പ്രൊസീജിയർ ചെയ്താൽ സക്സസ് ആവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ട്യൂബ് ടെസ്റ്റ് ചെയ്ത് ട്യൂബ് വർക്കിംഗ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് IUI പ്രൊസീജിയർ ചെയ്യുള്ളൂ. പിന്നെ ഈ IUI പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അണ്ടോൽപാദനം എൻഷുർ ചെയ്യണം. അപ്പം അതിനുവേണ്ടി നമ്മൾ ആദ്യം എഗ്ഗ് വളരാനുള്ള ഗുളികകളോ അല്ലെങ്കിൽ ഇഞ്ചക്ഷനോ തന്ന് ഫോളിക്കുലാർ സ്റ്റഡി നടത്തി ഫോളിക്കിൾസ് വലുതാവുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി 18 to 20 millimeter ആകുമ്പോൾ ഓവുലേഷൻ ആകാനുള്ള ഇഞ്ചക്ഷൻ തന്ന് എന്നിട്ടാണ് ഈ IUI പ്രൊസീജിയർ ചെയ്യുന്നത്. ഇതൊരു ഔട്ട് പേഷ്യൻറ്റ് പ്രൊസീജിയറാണ്. സ്പേം വാഷ് ചെയ്തിട്ട് അതിലുള്ള ചീത്ത സ്പേംസ് എല്ലാം മാറ്റിയിട്ട് അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് ആ സ്പേം ആണ് യൂട്രസിൻ്റെ ഉള്ളിലേക്ക് ഒരു കാനുല വഴി നിക്ഷേപിക്കുന്നത്. ഈ പ്രൊസീജിയറിന് ശേഷം